നല്ല കട്ടിയുള്ള കറുത്ത പുരികം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപോലെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല, ഐബ്രോ ഗ്രോത്ത് ടിപ്സ് ആണ്. ടിപ്സ് അല്ല, ടിപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്സാകും. നിങ്ങൾ ഡൗട്ട് തോന്നി കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്തില്ല എന്നല്ല, കമൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്ന പോലെ, പറയുന്ന അളവിൽ, പറയുന്ന മെത്തേഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷന് മുന്നേ നമ്മൾ സ്കാൽപ്പിൽ മസാജ് കൊടുത്ത് സ്കാൽപ്പിൽ ഹെയർ ഗ്രോത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ പുരികം വളരാൻ വേണ്ടിയിട്ട് പുരികത്തിന് ഒരു മസാജ് കൊടുക്കാറുണ്ട്. അത് ഐബ്രോ പിഞ്ചിങ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അത് എക്സാക്റ്റ് ആ ഒരു രീതിയിലല്ല, അതിന് ഓരോ ഇതൊക്കെ ഉണ്ട്, നമ്മളുടെ എന്തോ മർമ്മ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയില്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട, ഒരു മസാജിങ് കൊടുക്കേണ്ട. അതുകൊണ്ട് അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ അത് മിസ്സാവരുത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പേഴ്സണലി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ പുരികം കണ്ടിട്ടായിരിക്കും ഐബ്രോ ഗ്രോത്ത് ടിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കണത്. അത് ഇപ്പോൾ ചിലർക്ക് കട്ടിയുള്ള പുരികം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ കട്ടിയുള്ള പുരികമാണ്. പണ്ട് തൊട്ടേ ഞാൻ ഐബ്രോ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഐബ്രോ എനിക്കിങ്ങനെ മുടി കൊഴിയുന്ന പോലെ ഐബ്രോ കൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്ത കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്രീം അല്ലെങ്കിൽ ഈ ഒരു ജെൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിലേക്ക് എന്താ 5-6 ഒന്നിച്ചിങ്ങനെ കൊഴിഞ്ഞിങ്ങനെ പോരുമായിരുന്നു. എനിക്കൊന്നും ചിലപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ കയ്യിലേക്ക് ഊരി ഇങ്ങനെ പോരും, നമ്മുടെ മുടി പോരുന്ന പോലെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ത്രെഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആൻറ്റി എന്നോട് പറയാൻ തുടങ്ങി തിക്നെസ്. ആൻറ്റിക്ക് അറിയാമല്ലോ ഒരു തിക്നെസ് എങ്ങനെയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആൻറ്റി പറഞ്ഞു എന്നോട് തിക്നെസ് കുറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഞാനിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ കയ്യിലേക്ക് ഊർന്നിങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണേക്കാളും എനിക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നല്ല പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നത് ഈ ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അതായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ചിങ്ങനെ നാച്ചുറലായിട്ട് ഉള്ളതാണ്, പക്ഷേ നമുക്ക് പുരികം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഗതി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇപ്പം ഇനി നിങ്ങൾക്ക് ഇത് കയ്യിലില്ല, ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ മാത്രം നമ്മൾക്ക് വീട്ടിലുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ആവണക്കെണ്ണ യൂസ് ചെയ്താലാണ് അത്ര റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണ് എടുത്തിട്ടുണ്ട്. ആ സ്പൂണിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ചിരട്ടക്കരിയാണ്. ഇത് നമ്മൾ പക്ഷേ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഹോസ്റ്റലിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം എന്നില്ലല്ലോ ആ ചിരട്ടക്കരി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യണില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് കൺമഷിയാണ് കേട്ടോ, നമ്മുടെ കാജൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഹിമാലയയുടെ ഒത്തിരി തീരാനായിരിക്കുന്ന ഒരു സ്റ്റിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് ആ എണ്ണയിലേക്ക് ഇടണം. അപ്പോൾ എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയില്ലേ, തീപ്പെട്ടിക്കോല്, ആ ഒരു സംഭവമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ മരുന്നില്ലാത്ത വശം, അതിൻ്റെ ബാക്കിലെ മരത്തിൻ്റെ വശമില്ലേ, അത് വെച്ചിട്ട് ഇതിപ്പോൾ തീപ്പെട്ടിക്കൊള്ളി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇറുക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി അങ്ങ് ഇടാം. വേറെ എന്തെങ്കിലും എടുത്ത് അതിൽ കറ പോലെ ഇങ്ങനെ ബ്ലാക്ക് ആവില്ല, അതുകൊണ്ടിട്ടാണ് വേറെ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. അപ്പം ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ബൗളിൽ കിടക്കുന്നതും ആ കോലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതും അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മളുടെ എപ്പോഴും ചെയ്യാറുള്ള പോലെ നമ്മളുടെ ഡബിൾ ബോയിലിംഗ് അല്ല, ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളുടെ ഈ ആവണക്കെണ്ണയും നമ്മളുടെ കൺമഷിയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ വെച്ച് കൊടുക്കുക. കൺമഷി ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്ര നേരം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ട് വെക്കുക, എന്നാലാണ് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മെൽറ്റായി കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നമ്മുടെ സംഭവത്തിൻ്റെ ടെക്സ്ചർ തന്നെ നന്നായിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മുടെ അലോവേറ ജെല്ലാണ്. അത് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. നമ്മൾ വീട്ടിലുള്ള ഫ്രഷ് അലോവേറ ജെല്ല് യൂസ് ചെയ്ത ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ എസെൻഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽ
ഇല്ലെന്ന് വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ വിറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ രണ്ടും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നാൾ എന്തായാലും ഇത് ഒരു മാസം എന്തായാലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ച് നാളും കൂടി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും വിറ്റമിൻ ഇയോ അല്ലെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലോ ആഡ് ചെയ്താലാണ് നമുക്ക് കുറച്ച് നാളും കൂടി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് പുറത്ത് അങ്ങനെ ഇരുന്നോളും, കേടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞ് ചെപ്പിലേക്ക് ഒരു കുഞ്ഞ് കുപ്പിയിലേക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അത് നന്നായിട്ട് അടച്ച് ടൈറ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. മുന്നേ പറഞ്ഞ പോലെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഹോസ്റ്റലേഴ്സിനാണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പോകുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഐബ്രോ ഗ്രോത്ത് ക്രീം ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷന് മുമ്പുള്ള ഒരു മസാജിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മസാജിങ്ങിന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇതില്ല. നമ്മുടെ ഈ രണ്ട് വിരൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു എല്ലില്ലേ, ആ എല്ലിലേക്ക് നമ്മുടെ തള്ള വിരൽ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നെറ്റിയുടെ ഈ ഒരു നമ്മുടെ പുരികത്തിൻ്റെ കുറച്ച് മേൽഭാഗത്തു നിന്ന് താഴേക്ക് ചെറിയൊരു പ്രഷർ കൊടുക്കുക. നമ്മുടെ താഴത്തെ വിരൽ നമ്മുടെ കണ്ണിൻ്റെ ഇവിടുത്തെ ആ ഒരു എല്ലിൻ്റെ അവിടെ ആയിരിക്കണം. കുത്തി അങ്ങ് ഇതാക്കരുത്, പതിയെ ഒരു ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്തു വിടുക. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യുക, രണ്ടാമത്തെ സെറ്റ് ചെയ്യുക, മൂന്നാമത്തെ സെറ്റ് ചെയ്യുക, നാലാമത്തെ സെറ്റ് ചെയ്യുക, അഞ്ചാമത്തെ സെറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്ലോയിൽ ചെയ്യണം. ഇപ്പോൾ ഞാനങ്ങനെ ചെയ്താൽ കുറേ സമയമായി പോകില്ലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പതിയെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു മസാജിങ്. നമുക്ക് ഒരു 5 വട്ടം 5 സെറ്റായിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ മസാജിങ്. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും ഒരു ബഡ്സ് ആട്ടോ എടുക്കാറുള്ളത്. നമ്മളിങ്ങനെ ഒരു ബഡ്സ് എടുത്തിട്ട്, അപ്പോൾ ആവണക്കെണ്ണയാണെങ്കിൽ ആ ഒരു സമയത്ത് ബഡ്സിൽ വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടത്ര ഒരു ക്വാണ്ടിറ്റിയിൽ, ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ ഈ ഒരു സംഗതി, എടുത്തിട്ട് നമ്മളുടെ പുരികത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്രീം ഞാൻ നന്നായിട്ട് 2 പുരികത്തിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി അധികം നേരം ഒന്നും വെക്കില്ല, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഹെയർ പാക്കൊക്കെ വെക്കണ എങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇങ്ങനെ വെക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഫുൾ ടൈം വെച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല. പിന്നെ എപ്പോഴും ചെയ്യേണ്ടത് രാത്രിയാണ്. നമ്മൾ പകൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാര്യം ആരെങ്കിലും കണ്ടാൽ പേടിച്ചു പോകും. രണ്ടാമത്തെ കാര്യം, നമുക്ക് രാത്രിയാണ് റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു സമയം. അപ്പോൾ രാത്രി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ രാത്രി വെച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആദ്യം ഒരു പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട് അത് തുടച്ച് മാറ്റും. തുടച്ച് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് എന്തെങ്കിലും വെച്ചിട്ട് പതിയെ കഴുകും. അപ്പോൾ അധികം ഫേസ് വാഷിങ്ങോട് പുരികത്തിലേക്ക് അങ്ങനെ അധികം ഇടില്ല. ജസ്റ്റ് പുരികത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ എണ്ണമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങണം എന്നില്ല. നിങ്ങൾക്കിനി വെക്കാൻ അങ്ങനെയാണ് ഇഷ്ടം എന്നാണെങ്കിൽ അങ്ങനെ കിടന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറയില്ല. വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഞാനിത് തുടച്ച് കാണിച്ചു തരാം. അത്ര നേരം ഞാൻ നിൽക്കണ്ടല്ലോ. ഞാനിതൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കളറ് നമ്മുടെ പുരികത്തിലേക്ക് കയറി പിടിക്കും. ഇത് ഞാൻ പുരികത്തിൽ നിന്ന് ഫുള്ളായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് അധികം പ്രഷർ കൊടുക്കാതിരിക്കുക. മുന്നേ പറഞ്ഞ പോലെ എങ്ങാനും കൊഴിയുന്ന ആ ഒരു ടെൻഡൻസി പുരികത്തിനുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വേരിന്ന് ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് പതിയെ സോഫ്റ്റ് ആയിട്ടൊന്ന് പുരികത്തിൽ നിന്ന് എടുത്ത് കളയാം. പിന്നെ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും പുരികം ആ ഒരു ഏരിയക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലായിരുന്നു ഞാൻ ആവണക്കെണ്ണേനെക്കാട്ടിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.